ഇതാണ് എ സെൻസർ. ഇത് ട്രൈപോഡിൽ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇത് തിരിച്ചും കണക്ട് ചെയ്യാം. ഹോഹെം iSteady M6 ഗിംബലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ റിവ്യൂ ഈ വീഡിയോയിലുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല ഉറപ്പുള്ള കട്ടിയുള്ള ഒരു ബാഗിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരു ട്രൈപോഡുണ്ട്, ഗിംബലുണ്ട്, ഒരു AI വിഷൻ സെൻസറുണ്ട്, എൻ്റെ USB കേബിളുണ്ട്. ഇത് ഗിംബൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. 2 C ടൈപ്പാണ്. ഇത് യൂസർ മാനുവൽ. AI സെൻസർ കണക്ട് ചെയ്യുന്നത് ഒന്നുകൂടെ കാണിക്കാം. ഇതാ ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്യാം. തിരിച്ച് കണക്ട് ചെയ്യാം. ഇതാണ് പവർ ബട്ടൺ. ഇത് ചാർജിങ് പോർട്ട്. ഇത് സൂം ബട്ടൺ. ഇത് M ബട്ടൺ. ഈ ബട്ടൺ ഉപയോഗിച്ച് ഈ ഗിംബലിൻ്റെ മോഡ് മാറ്റാം. ഇത് ജോയ്സ്റ്റിക്ക്. ഇത് മൾട്ടി ഫങ്ഷണൽ കീ. ട്രിഗർ, പോൾ ആക്സിസ് ലോക്ക്. ഇത് താഴ്ത്തിയിട്ട് അപ്പോൾ ഗിംബൽ തിരിയും. ഇത് റോൾ ആക്സിസ് ലോക്ക്. ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഫോൺ വയ്ക്കുന്നതാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ താഴ്ത്തണം. അപ്പോൾ ഗിംബൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാം. AI സെൻസർ ഊരി മാറ്റിയിട്ട് എങ്ങനെയാണ് ഫോൺ മാനുവലായി സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലോക്കുണ്ട്. അത് ഓപ്പൺ ആക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോക്ക് ഓൺ ആവും. ഇതിലാണ് ഫോൺ വയ്ക്കേണ്ടത്. നമ്മുടെ ഫോൺ വെച്ചിട്ട് അതിനെ വെയ്റ്റിനനുസരിച്ച് ഇവിടെ ഒരു സ്കെയിലുണ്ട്. അത് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോണിൻ്റെ വെയ്റ്റിനനുസരിച്ച് വയ്ക്കാം. ഇനി ഫോൺ വെച്ച് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കാം. ഇത് ഷേക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വെയ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഫോൺ സ്റ്റഡിയായി നിൽക്കുന്നുണ്ട്. ഇനി ഈ ക്ലിപ്പ് ഇടാം. ഫോൺ ഇങ്ങനെ സ്റ്റഡിയായി ക്ലിപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഗിംബൽ ഓണാക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഗിംബൽ ഓണാക്കാം. ഗിംബൽ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് AI സെൻസർ കണക്ട് ചെയ്യാം. ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്കിത് ഓണാക്കാം. കണക്ട് ചെയ്യാണ്. AI വിഷൻ സെൻസർ ഓണാക്കാൻ ഈ സിമ്പലാണ് കാണിക്കേണ്ടത്. ഓഫാക്കാൻ സ്റ്റോപ്പിൻ്റെ സിമ്പലാണ് കാണിക്കേണ്ടത്. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ നമ്മുടെ കൂടെ മൂവ് ചെയ്യും. ഇനി സ്റ്റോപ്പാക്കാം. സ്റ്റോപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്താലും ക്യാമറ മൂവ് ചെയ്യില്ല. ഗിംബൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഹോഹെം ജോയ് എന്ന് പറയുന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അത് ഇതായിട്ട് കണക്റ്റ് ആക്കാൻ. ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന്
OM ജോയ് ആപ്പ് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കാം. ഈ ഗിംബൽ ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും ഏതിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. എൻ്റെ ഫോൺ പോക്കോയാണ്. ഇതിൽ നല്ലതായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ചാർജിങ് പോർട്ട്. ഇത് C ടൈപ്പാണ്. ഇതാണ് മൾട്ടി ഫങ്ഷണൽ കീ. ഇതിന് ലോങ് പ്രസ് ചെയ്ത് ഓൺ ആക്കാം. ഓൺ ആകുമ്പോൾ ഈ സെൻസറിൽ ലൈറ്റ് എത്തും. ഇത് മൾട്ടി ഫങ്ഷണൽ കീ നമുക്ക് തിരിക്കുന്നത് ലൈറ്റിൻ്റെ കളറ് മാറും. ഇതിൻ്റെ കളറ് മാറുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇത് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ലൈറ്റ് മാറ്റാൻ ഇത് ഉപകാരപ്പെടും. ലോങ് പ്രസ് ചെയ്ത് തന്നെ ഇത് നമുക്ക് ഓഫാക്കാം. ഓഫായി. ഈ ഗിംബലിൽ മെയിനായി 4 മോഡാണുള്ളത്. ഇതാണ് മോഡ് ബട്ടൺ. ഇത് ഉപയോഗിച്ച് നമുക്ക് മോഡ് മാറ്റാം. ഇപ്പോൾ കിടക്കുന്നത് PF മോഡ്, PTF മോഡ്, ലോക്ക് മോഡ്, POV മോഡ്. ഇങ്ങനെ 4 മോഡ് ഉണ്ട്. ലോക്ക് മോഡിൽ ബാക്കി ലോക്കാണ്. ഫോൺ മാത്രം തിരിക്കാം. അടുത്ത് PTF മോഡ്. PTF മോഡിൽ ഗിംബൽ എങ്ങോട്ട് വേണമെങ്കിലും കറക്കാം. ഇത് POV മോഡാണ്. ഇത് വെച്ചിട്ട് പോർട്രേറ്റിലും വീഡിയോ പിടിക്കാം. PF മോഡിലാണ്. PF മോഡിൽ മേളിലും താഴെയും സൈഡിലും തിരിക്കാം. ഇത് വീഡിയോ ആണ്. നമുക്ക് ഫോട്ടോ എടുക്കാം. അതിന് സൂം ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. ഫോട്ടോ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. വീണ്ടും 1 പ്രാവശ്യം നമുക്ക് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. 1 പ്രാവശ്യം കൂടി പ്രസ് ചെയ്താൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ആയിട്ടുണ്ട്. ഫോക്കസ് ബട്ടൺ 1 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ആവും. എന്നിട്ട് സൂം ഇൻ ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ സൂം ഇൻ ആവും. താഴോട്ടാക്കുമ്പോൾ സൂം ഔട്ടാവും. കൂടി പ്രസ് ചെയ്താൽ ഓഫാവും. ഫോണിൻ്റെ പൊസിഷൻ മാറ്റാനാണ് ഈ സ്വിച്ച്. ഇതിൽ 1 പ്രാവശ്യം പ്രസ് ചെയ്യാം, 2 പ്രാവശ്യം പ്രസ് ചെയ്യാം, 3 പ്രാവശ്യം പ്രസ് ചെയ്യാം. ഞാനിപ്പോൾ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കാണിക്കാം. ഇതാ ഒരു പൊസിഷൻ മാറിയിട്ടുണ്ട്. ഈ സ്വിച്ചിൽ 4 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അൾട്രാ വൈഡ് മോഡിലോട്ട് മാറും. ഈ ഗിംബലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് A&B മോഷൻ ബട്ടൺ. ഇതുപയോഗിച്ച് നമുക്ക് ക്യാമറ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ജോയ്സ്റ്റിക്ക് കൊണ്ട് A എന്നൊരു പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ A എന്ന പോയിന്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് A ബട്ടൺ ലോങ് പ്രസ് ചെയ്യണം. A ബട്ടൺ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം B എന്ന പോയിന്റിലോട്ട് വയ്ക്കണം. അതിനുവേണ്ടി ജോയ്സ്റ്റിക്ക് നമുക്ക് എവിടെയാണോ B വേണ്ടത് ആ സ്ഥലത്തോട്ട് B വയ്ക്കണം. എന്നിട്ട് B ബട്ടണിൽ ഒരു പ്രസ് ചെയ്യണം. ഇനി അപ്പോൾ B ബട്ടണിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി A ബട്ടണിലോട്ട് പോകാൻ A ബട്ടണിൽ ഒരു പ്രസ് കൂടെ ചെയ്യണം. ഇപ്പോൾ A ബട്ടണിൽ എത്തിയിട്ടുണ്ട്. ഇനി B ബട്ടൺ ഡബിൾ പ്രസ് ചെയ്താൽ
ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. എ എന്ന ബട്ടണിൽ നിന്ന് ബി ബട്ടണിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും. ഇപ്പോൾ മൂവ് ആവുന്നുണ്ട്. ഇത് ബി ബട്ടണിലെത്തിയിട്ട് ബീപ്പ് ശബ്ദത്തോടെ നിൽക്കും. സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബി ബട്ടണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ. ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോൺ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാം. മുകളിലോട്ട്, താഴോട്ട്, വലത്തോട്ട്, ഇടത്തോട്ട്, അങ്ങനെ ഫോൺ ഇതുപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്യിക്കാം. ഗിംബൽ ഉപയോഗിച്ച് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. ഫോണിൽ കേബിൾ ഘടിപ്പിക്കുക. ഇവിടെ ഒരു പോർട്ടുണ്ട് ഗിംബലിൽ, അതിൽ ഇത് കണക്ട് ചെയ്യാം. ഗിംബൽ ഓണാക്കാം. ഫോൺ ചാർജ് ആകും. ഗിംബലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.